നമസ്കാരം, ഗുഡ് ഈവനിങ്. ഓഡിയബിൾ ആണല്ലോ? ഗുഡ് ഈവനിങ് സർ. യെസ്, ഗുഡ് ഈവനിങ്. കേൾക്കാം കേൾക്കാമല്ലോ? ഓക്കെ, ഗുഡ് ഗുഡ്. കേൾക്കാം സർ. സെക്കൻഡ് ലെവൽ ദീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നത്, അതിൽ മെയിൻ ആയിട്ട് 3 പ്രധാന ചിഹ്നങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, ഓക്കെ അപ്പോൾ ആ ഓരോ ചിഹ്നങ്ങളെ കുറിച്ചും ഞാൻ പറഞ്ഞു വരുമ്പോൾ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, 26 സ്ഥാനങ്ങൾ 21 ദിവസം ചെയ്യുമ്പോഴാണ് ആ 21 ഡേയ്സിൻ്റെ ആ കംപ്ലീറ്റ് ആവുന്ന പ്രോസസ്സ്. അപ്പോഴാണ് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ചക്രകൾക്കും സിംബൽസ് ചേർത്തിട്ടുള്ള ഹീലിംഗ് ലഭിക്കുന്നത്. അത് മോർ പവർഫുള്ളാണ്, നമുക്ക് മോർ പ്രൊട്ടക്ഷനാണ്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് ശക്തി പൂർണ്ണമായിട്ട് എന്താ പറയുക, നല്ല ലെവൽ 10 മടങ്ങല്ല, അനേക മടങ്ങ് നമ്മുടെ ശക്തി വർദ്ധിച്ചു വരും, ഹീലിംഗ് പവർ കൂടും ഈ 21 ദിവസം ചെയ്യും. ഓരോ സ്ഥലങ്ങളിലും 3 മിനിറ്റ് വീതം. 3 മിനിറ്റ് വെച്ചാൽ മതി. ആദ്യം ചിലപ്പോൾ നിങ്ങൾക്ക് 3 മിനിറ്റിൽ കൂടുതൽ സമയം എടുത്തെന്ന് വരും ഇത് വരച്ചു വരുമ്പോൾ. കാരണം നമ്മളിത് വളരെ ശ്രദ്ധിച്ച് സമയം എടുത്തിട്ടൊക്കെയാണ് വരയ്ക്കുക. തുടക്കത്തിൽ എല്ലാവരുടെ എക്സ്പീരിയൻസ്, എനിക്കും അതിന് അനുഭവമുണ്ട്, എൻ്റെ സ്റ്റുഡൻസിനുണ്ടായിരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ 3 മിനിറ്റ് കൂടിപ്പോയോ ടെൻഷനൊന്നും അടിക്കണ്ട, 2-3 ദിവസം കൊണ്ട് അത് ക്ലിയർ ആവും. ഓക്കെ, വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇപ്പൊ നമുക്കത് സമാധാനമായത് ഇത് എങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളത്. ഇതിനാണല്ലോ സൂമിൽ വരണം. സൂമിൽ വന്ന് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഇത്രയും ഉത്സാഹത്തോടു കൂടി വന്നിട്ട് അതിന്റെ രീതിയിൽ നിങ്ങൾ അത് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ എന്താ കാര്യം? ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ മറ്റുള്ളവരെ ഇത് പറയല്ല. ഈ രീതിയിൽ സൂമൊക്കെ ചെയ്ത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും നോട്ട്സ് കൊടുക്കും, ചിലർ വീഡിയോ കൊടുത്തിട്ട് കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചോളെന്ന് പറയും. പക്ഷെ സൂക്ഷ്മമായിട്ട് ഇതിലേക്ക് മനസ്സിലാക്കി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോ ക്ലാരിറ്റി വന്നല്ലോ മൊത്തത്തിൽ. ആദ്യം നിങ്ങൾക്ക് ക്ലാരിറ്റി വരണം. അത് വന്നില്ലെങ്കിൽ എപ്പോഴും ഒരു സംശയം, ലൈഫ് ലോങ് ഇങ്ങനെയാണോ, ഇത് തന്നെയാണോ എന്നുള്ള രീതിയിൽ. മനസ്സിലായത്? ഇപ്പൊ ഒരു ക്ലാരിറ്റി വന്നല്ലോ. സോറി, എന്താ? എനിക്ക് ആദ്യം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, സാർ ഇത് ലൈവിൽ കാണിച്ചു തരുമോ, അല്ലെങ്കിൽ നമ്മളെ ക്ലാസ്സിൽ നോട്ട് തന്നതുപോലെ നമ്മൾ ഫസ്റ്റ് ചെയ്ത് കാണിക്കേണ്ടി വരുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. സാർ ഇങ്ങനെ കാണിച്ചു തരുന്നത് വലിയ ഉപകാരം. അതെ അതെ അതെ, തീർച്ചയായിട്ടും. ഇതാണ് ക്ലാരിറ്റി, ഇങ്ങനെയാണ് വേണ്ടത്, ഇതാണ്. കാരണം പ്രത്യേകിച്ചിട്ട് സെക്കൻഡ് ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മോർ സീരിയസ് ആവേണ്ട ഒരു ലെവലാണ്. മോർ സീരിയസ് ആയിട്ട് പഠിച്ചെടുക്കേണ്ട ഒരു ലെവലായി. പറഞ്ഞില്ലേ, ആത്മീയതയിലേക്ക് കടക്കുന്ന ഒരു ലെവലായത്. നമ്മൾ ആത്മാവിനെ സ്പർശിക്കുന്നതായിട്ടുള്ള ഒരു ലെവലായി. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ഒത്തന്റിസിറ്റി ഉണ്ടായിരിക്കണം. മനസ്സിലായില്ലേ? അതില്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടു. ആ ഡിവിനിറ്റി നഷ്ടപ്പെട്ടു. ദിവ്യത്വം എന്നൊക്കെ പറയുന്നില്ല, അത് നഷ്ടപ്പെട്ടു പോയില്ലെങ്കിൽ. അപ്പൊ ഫസ്റ്റ് ലെവലിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങളൊക്കെ അത് തന്നെ ഫസ്റ്റ് ലെവലിൽ പറഞ്ഞ അതേപോലെ എന്ന് പറഞ്ഞ 21 ഡേയ്സ് സെൽഫ് ഹീലിംഗ് ചെയ്തിരിക്കും. ആദ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സ്ഥലം കണ്ടെത്തുക, വീട്ടിൽ ശാന്തമായിട്ട് ഇരുന്നിട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, ശാന്തമായിട്ട് ചെയ്യാനായിട്ടുള്ള സ്ഥലം കണ്ടെത്തുക. പിന്നെ കണ്ണടച്ചിട്ട് മെഡിറ്റേഷൻ, നമ്മളെ കൈകൾ രണ്ടും ഇങ്ങനെ മടിയിൽ ഇങ്ങനെ വെച്ചിട്ട്, നിലത്താണെങ്കിൽ നിലത്ത്, സോഫ സെറ്റാണെങ്കിൽ സോഫ സെറ്റിൽ ഇരുന്നോളൂ. ഓക്കെ, കൈ രണ്ടിങ്ങനെ ഊർജം സ്വീകരിക്കാനായിട്ട് ഇരിക്കുന്ന രീതിയിൽ കണ്ണടച്ചിട്ട് ഇരുന്നോളൂ. കണ്ണടച്ചിട്ട് നമ്മുടെ എന്താണ് ശരീരത്തിനകത്തും പുറത്തും എന്താണോ സംഭവിക്കുന്നത് ഊർജം, അത് അനുഭവിച്ചറിയാനായിട്ട് നോക്കുക. മൂന്നാമത് എന്ന് പറഞ്ഞാൽ അലാറം സെറ്റ് ചെയ്ത് വെക്കണം. ഇപ്പൊ രണ്ടുപേരും വൈകിട്ടാണല്ലോ, അപ്പൊ 8:15 എന്ന് അറിയാനുള്ള ഒരു അലാറം സെറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, പിന്നെ 15 മിനിറ്റ് ദീക്ഷ ലഭിച്ചു കഴിഞ്ഞാൽ അരമണിക്കൂർ കിടന്നോളൂ. അരമണിക്കൂർ എവിടെയാണോ കിടന്നിട്ട് അവിടെ 2 കൈയും നമ്മുടെ മണിപ്പൂര ചക്രയിൽ വെച്ചിട്ട് കിടന്നോളൂ. ഓക്കെ, അരമണിക്കൂർ ഉറങ്ങിപ്പോയാലും വിരോധമില്ല. പിന്നെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുന്നേറ്റിട്ട് നിങ്ങളുടെ നോർമൽ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിക്കോളൂ. പിന്നെ 24 മണിക്കൂറിനകത്ത് നിങ്ങൾ ഹീലിംഗ് ചെയ്ത് തീർത്തിരിക്കണം. ദീക്ഷ കിട്ടിയതിന് ശേഷം, ദീക്ഷ കിട്ടുന്നതിന് മുമ്പ് നമ്മൾ ദീക്ഷ ലഭിക്കുന്നതിന് മുന്നേ
ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ലെവൽ എന്ത് ചെയ്ത് അരമണിക്കൂർ മുന്നേ നമ്മൾ എന്താ ചെയ്ത് വൈറ്റ് ലൈറ്റ് മെഡിറ്റേഷൻ ചെയ്തു. ഓർമ്മയുണ്ടോ? മെഡിറ്റേഷൻ ചെയ്യും. ആ അല്ലെ? ഉണ്ട് ഉണ്ട്. അത് ഈ പ്രാവശ്യം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ അരമണിക്കൂർ മുന്നേ എന്ന് പറഞ്ഞ 7:30 എന്ന് പറയുന്ന സമയം നാളെ, ഓക്കെ, അതെ. ആ സമയത്ത് നിങ്ങൾ എന്താ വേണ്ടത്? 7 പ്രധാന ചക്രകള് 3 മിനിറ്റ് സമയം വെച്ച് ചെയ്താൽ മതി. 21 മിനിറ്റ് കൊണ്ട് കഴിയും, കൃത്യം പറഞ്ഞു. ആ, ഓക്കെ. അത് ചെയ്താൽ മതി. അപ്പൊ എന്നിട്ട് നമ്മൾ ഈ ചിഹ്നങ്ങൾ കൊടുത്തിട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇല്ല, വേണ്ട വേണ്ട, ഈ ഫസ്റ്റ് ചിഹ്നങ്ങളൊന്നും അതിന് ഉപയോഗിക്കണ്ട്. ചിഹ്നങ്ങൾ നിങ്ങൾ ദീക്ഷയ്ക്ക് ശേഷമേ ഉപയോഗിക്കുക. നോർമലി ശരി, ഫസ്റ്റ് ലെവൽ ചെയ്തില്ലേ 3 ആ മിനിറ്റ്, സാധാരണ അത് മാത്രം ചെയ്താൽ മതി. 7 പ്രധാന ചക്രങ്ങൾ. ശരി. എന്നിട്ട് എന്നിട്ട് നമ്മൾ ദീക്ഷയ്ക്ക് ഇരുന്നോളൂ. ഓക്കെ. ഇത്രയേ ഉള്ളൂ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പകല് ചോദിച്ചോളൂ കേട്ടോ. ശരി ശരി ശരി. എന്തെങ്കിലും എനിക്ക് സംശയം ക്ലിയർ ഉണ്ടെങ്കിൽ പകല് ചോദിച്ചോളൂ. ക്ലിയർ. ഓക്കെ. എല്ലാവിധ ആശംസകളും, ബെസ്റ്റ് വിഷസ്, ഗുഡ് ലക്ക് താങ്ക് രണ്ടുപേരും. യു താങ്ക് യു. വീണ്ടും കാണാം. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്. ശുഭരാത്രി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. താങ്ക് യു.